നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിധി നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന വലിയൊരു വിസ്മയം കേരളത്തിലല്ല സംഭവിച്ചത്, തമിഴ്നാട്ടിലാണ്. അതായത് കൊളത്തൂരിൽ അതിശക്തനായ സ്റ്റാലിൻ, അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ MK സ്റ്റാലിൻ നിലംപരിശായിരിക്കുന്നു. അങ്ങ് ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇത് പ്രതീക്ഷിച്ചിരുന്നതാണോ? എന്തുകൊണ്ട്? അല്ല, ഈ തമിഴ്നാടിൻ്റെ ജനവിധി ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ് എന്ന് പറയുമ്പോഴും ഞാൻ ഈ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ ദേശീയ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന വിവിധ സർവേ ഏജൻസികളുമായിട്ടൊക്കെ അതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ടൊക്കെ നിരന്തരമായി ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് നമ്മുടെ ജേർണലിസത്തിൻ്റെ ഭാഗമായി നമ്മൾ നിരന്തരമായി പഠിക്കുക എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഇടക്കാലത്ത് ഈ ഇലക്ഷൻ പ്രചരണമൊക്കെ അങ്ങോട്ട് മുറുകി വരുന്ന അവസരത്തിൽ ഒരു പ്രീപോൾ അനാലിസിസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് തമിഴ്നാട്ടിൽ വിജയ് തരംഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ബാക്കിയുള്ളവരൊന്നും അതിലേക്ക് എത്തുന്നില്ല. 5 സീറ്റ് 10 സീറ്റൊക്കെ വിജയിന് കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെയാണ് എന്ന് പറയുന്നു. പിന്നെ തിരുവനന്തപുരത്തു നിന്നുള്ള ചില മാധ്യമപ്രവർത്തകർ, നമ്മുടെ സുഹൃത്തുക്കൾ, തമിഴ്നാട് പോയിട്ട് റിപ്പോർട്ടിംഗ് കഴിഞ്ഞ് തിരികെ വന്നവർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, അവിടെ വിജയ് വലിയ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതാ ഇലക്ഷൻ പ്രഖ്യാപനം കഴിഞ്ഞ് സ്ഥാനാർത്ഥി നിർണയമൊക്കെ ആകുന്ന ഘട്ടത്തിൽ, അതായത് ഏകദേശം 2 മാസം വന്നു കഴിഞ്ഞാൽ, അതായത് ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ പ്ലാറ്റ്ഫോമിൽ കൂടി അത്തരത്തിലുള്ള ഒരു സൂചന ചെയ്യുകയും ചെയ്തു. അത് ചെയ്തത് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്ന ഏജൻസി, ഈ ആക്സിസ് മൈ ഇന്ത്യ തന്നെ അവരുടെ പ്രീപോൾ ഘട്ടത്തിൽ അവർ അനാലിസിസുകൾ നടത്താറുണ്ട്. അവർ സർവേ ആയിട്ട് പുറത്തു വിടാറില്ല, പക്ഷെ അനാലിസിസുകൾ നടത്താറുണ്ട്. അവരുടെ പല ഡാറ്റകളും അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന പല ആളുകളും നൽകിയ ഡാറ്റകളിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, വിജയ് അവിടെ മാറ്റമുണ്ടാക്കാൻ പോകുന്നു എന്നുള്ളത്. അവരാണത് പ്രവചിച്ചത്. അവരത് പ്രീപോൾ ഘട്ടത്തിൽ തന്നെ അങ്ങനെ ഒരു സൂചന അവരുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നീട് മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, തമിഴ്നാട്ടിലെ 80% വീടുകളിലും ഒരു വോട്ടെങ്കിലും വിജയിനുണ്ടാകും എന്നുള്ള ഒരു അനാലിസിസിലേക്ക് അവിടുത്തെ തമിഴ്നാട്ടിലെ പല പ്രാദേശിക ഈ പൊളിറ്റിക്കൽ അനലിസ്റ്റുകളും എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം നമ്മളീ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ശൃംഖല കുറച്ച് വിശാലമായി ഉള്ളതുകൊണ്ട് അവർ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്, ഒരു വീട്ടിൽ ഒരു വോട്ടെങ്കിലും, അപ്പൊ 4 പേരുള്ള ഒരു സ്ഥലത്ത് ഒരാളുടെ വോട്ട് വിജയിന് കിട്ടും. അപ്പൊ 80% വീടുകളിലെ ഒരു വോട്ടെങ്കിലും വെച്ച് കിട്ടിയാൽ 25% വോട്ട് സമാഹരിക്കാനുള്ള ഒരു ഗ്രൗണ്ട് ആയി കഴിഞ്ഞു എന്നുള്ള റിയാലിറ്റി ഉണ്ട് അതിനകത്ത്. ആ റിയാലിറ്റിയാണ് അവിടെ വർക്കൗട്ട് ചെയ്തത്. അവിടുത്തെ ചെറുപ്പക്കാരും അവിടുത്തെ ഈ പറയുന്ന ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഈ DMK സർക്കാരിനെ വേറെ ഒന്നും ചിന്തിക്കാതെ ആളുകൾ വോട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ അങ്ങനെയല്ല ചിന്തിച്ചത് അവർ. അവിടെ വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെ ആർക്ക് എൻകാഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു വിഷയം. അഴിമതിയാണോ? അല്ല, അഴിമതി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ സ്വജനപക്ഷപാതം എന്ന് പറയുന്ന ഒരു സംഗതി ആളുകൾ പുതിയ തലമുറ അത് ജഡ്ജ് ചെയ്ത്, പഴയ ആളുകളായാൽ പോലും അവരുടെയും മനസ്സിൽ ഈ സാധനമൊക്കെ ഉണ്ടല്ലോ. ഇതിപ്പോ സംഭവിക്കാൻ പോകുന്നത് അടുത്ത ഉദയനിധി സ്റ്റാലിൻ ആവും, ഇനിയിപ്പോ അയാളുടെ മകനാവും, ഇതിനുള്ള ഏർപ്പാടാണ് എന്ന് ചിന്തിക്കുന്നിടത്ത് മറ്റൊരാൾ വരുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അഴിമതി നടത്തേണ്ട കാര്യമില്ല. അതൊരു എവിഡന്റ് കാര്യമാണ്. നരേന്ദ്രമോദിക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ഘടകം എന്താണ്? ഒരു ഘടകം അതാണ്, അഴിമതി വിരുദ്ധ മുഖമുണ്ട്. നരേന്ദ്രമോദിക്ക് അഴിമതി നടത്തേണ്ട കാര്യമില്ല എന്നുള്ളൊരു പൊതുചിന്ത ആളുകളുടെ ഇടയിലുണ്ട്. തീർച്ചയായിട്ടും വേറെ ഒരുപാട് ഈ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അതുകൊണ്ടാണ് ഈ രക്ഷകനായി അവതരിച്ച പിണറായി വിജയൻ രക്ഷകനല്ലാതായി മാറുന്നതും അന്തകനായി മാറുന്നതും എന്ന് ആളുകൾ ചിന്തിക്കുന്നത് അവിടെയാണ്. നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ നിന്ന് ഷിഫ്റ്റ് ഉണ്ടാകുമ്പോഴാണ്. ഇവിടെ കരുണാനിധിയുടെ കാര്യത്തിലും അത് സംഭവിക്കുന്നു, വിജയന്റെ കാര്യത്തിൽ അങ്ങനെ അല്ല എന്നുള്ളത് തുടക്കത്തിൽ ലഭിച്ച സൂചന അതേപോലെ നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ തൊട്ടടുത്ത കന്യാകുമാരി ജില്ലയിൽ ഇപ്പോൾ DMK കോൺഗ്രസ് സഖ്യത്തിനാണ് കൂടുതൽ സീറ്റ് കിട്ടിയത്. അവിടെയുള്ള 6 5 അവരാണ് ജയിച്ചത്. അല്ല, അവിടുത്തെ തമാശ എന്തെന്ന് പറഞ്ഞാൽ, എല്ലാ സീറ്റിലും 2ാം സ്ഥാനത്ത്
ദളപതി TVK ആണ് വരുന്നത്. കന്യാകുമാരി മണ്ഡലത്തിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അവരാണ്. നമ്മുടെ ഈ TT പ്രവീൺ മത്സരിച്ച, നമ്മുടെ CSIയുടെ പ്രവീൺ മത്സരിച്ച വിളവങ്കോട്, അവിടെയും 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് അവരാണ്. അവിടെ വിജയധരണിയെ പോലെ പഴയ കോൺഗ്രസിന്റെ MLA ആണ് BJP സ്ഥാനാർത്ഥിയായിരുന്നത്, അവർ 3ാം സ്ഥാനത്താണ്. തൊട്ടപ്പുറത്ത് കുളച്ചലിൽ അങ്ങനെയാണ്. അപ്പൊ എല്ലായിടത്തും 2ാം സ്ഥാനത്ത് വന്നു. ഈ മേഖലയിൽ പോലും, അതായത് നമ്മുടെ അതിർത്തിയിൽ പോലും വിജയിന്റെ പ്രഭാവം ഉണ്ടായി എന്നുള്ളതാണ്. അതായത് DMK, കോൺഗ്രസ്, CPM ഒരു ചേരി നിലനിൽക്കുന്ന ഒരു മേഖലയാണത്. ഇപ്പോൾ നമ്മുടെ വിളവങ്കോട് ആ ഏരിയയൊക്കെ അങ്ങനെയാണല്ലോ. അവിടെ TVK അത് അപ്രസക്തരാണ് അവർ, ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ. അവരുടെ പ്രൊഫൈല് നോക്കൂ, അവർ അങ്ങനെ പൊളിറ്റിക്സിൽ ഭയങ്കരമായിട്ട് ഇതായിരുന്ന ആളുകളൊന്നുമല്ല, സാധാരണക്കാരായ കുറെ മനുഷ്യരാണ്. ഇപ്പോൾ ഇന്നലെ ഒരു വീഡിയോ കണ്ടു, വിജയിന്റെ പേഴ്സണൽ ഡ്രൈവറുടെ മകൻ, അയാൾ അത്യാവശ്യം ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ചെറുപ്പക്കാരനാണ്, അയാൾക്ക് സീറ്റ് കൊടുത്ത് അയാൾ ജയിച്ചു. അങ്ങനെയുള്ള ചെറുപ്പക്കാരെ കണ്ടെത്തി ഞാൻ ഈ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ കൂടി ഇവരുടെയൊക്കെ പേരുകളും ഇവരുടെ ഫോട്ടോയും ഒക്കെ കാണുകയായിരുന്നു. കുറെ സാധാരണക്കാരായ മനുഷ്യർ, ചെറുപ്പക്കാർ, നല്ല ചെറുപ്പക്കാർ, അവര് വരുന്നു. വിജയ് മുന്നോട്ട് വെച്ച ആ ഇമേജ്, അതിനെ കൃത്യമായി എൻഗേജ് ചെയ്യാൻ പറ്റിയ കാൻഡിഡേറ്റ്സിനെയും അവതരിപ്പിച്ചു കൊടുത്തു. നവാഗതരാണെങ്കിലും അവർ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എത്രയോ സീറ്റുകളിൽ നമ്മൾ ഡാറ്റ നോക്കുമ്പോൾ TVK വളരെ ചെറിയ വോട്ടിന് തോറ്റുപോയ 10-40 സീറ്റുകളുണ്ട് അവിടെ. അതും കൂടി വന്നാൽ സ്വന്തമായിട്ട് ഭൂരിപക്ഷം കിട്ടിയാണ്. ഇവിടെ വേറൊരു സംശയം ഞാൻ ചോദിക്കുന്നത്, ഈ ഇളയ ദളപതി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ ജോസഫ് വിജയുടെ വിജയത്തിന് പിന്നിൽ അദ്ദേഹത്തിന്റെ താരമെന്നുള്ള ഇമേജ് കൂടി വർക്ക് ചെയ്തില്ല തമിഴ്നാട്ടിൽ? സ്വാഭാവികമായിട്ട് ആ ഒരു ഫാക്ടർ ഉണ്ട്. അതായത് വിജയിന്റെ താരത്തിളക്കം ആളുകളെ വിജയ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് കാരണമാക്കി എന്നുള്ളതാണ്. ഇതിപ്പോ ആ താരത്തിളക്കം കൊണ്ട് ജയിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് ആ താരത്തിളക്കം, അതായത് ആ ഫാൻ ബേസ് വിജയ് എന്തു പറഞ്ഞാലും അത് ആളുകൾ കേൾക്കുന്ന തരത്തില്ല. ഇവിടെ ഇപ്പൊ പിണറായി വിജയൻ പറയുന്നത് എന്തായാലും എപ്പോഴും ആളുകൾ കേൾക്കണമെന്നില്ല. അത് നമ്മൾ കേട്ടത് എപ്പോഴാണ്? കോവിഡിന്റെ സമയത്ത് നമ്മൾ കൃത്യമായി ആളുകളെല്ലാം ഇരുന്ന് കേട്ടു. പിന്നീട് ആയപ്പോ ഇത് ബിഡായിയാണ് എന്നുള്ള ചിന്ത ആളുകളിൽ ഉണ്ടായിപ്പോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു UDF നേതാവ് എല്ലാ ദിവസവും പ്രസംഗിക്കുന്നത് എല്ലാവരും ഇങ്ങനെ സാഗൂതം കേൾക്കണമെന്നില്ല. പക്ഷെ വിജയ് പുതിയ കാര്യങ്ങളാണ് പറയാൻ തുടങ്ങിയത്. എന്ത് ചേഞ്ചാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് വിജയ് പറഞ്ഞത് വിജയിന്റെ ഈ ഫാൻ ബേസ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ വിജയിന്റെ ആ താരപ്രഭ ഉള്ളതുകൊണ്ട് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് വിജയിന് വലിയ തോതിൽ ഗുണം ചെയ്തു. ഇപ്പോ നമ്മളീ പറഞ്ഞതുപോലെ ചിലപ്പോൾ ദോഷവും ചെയ്തു, ആൾക്കൂട്ടം കൂടി അവിടെ. അത്തരം ദോഷങ്ങൾ അത് ദോഷമായിട്ട് ബാധിച്ചില്ല അതുപോലും അദ്ദേഹത്തിനെ കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് കാരണമായി എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? വിജയിനെ കാണാൻ വരുന്നത്, വിജയ് എന്ന നടനെ കാണാൻ വരുന്ന അതുകൊണ്ട് മാത്രമാണ് എന്ന് വിശ്വസിച്ചതാണ് DMKക്ക് പറ്റിയ അബദ്ധം. അതങ്ങനെ അല്ലായിരുന്നു. അയാൾ പറയുന്നത് കേൾക്കാൻ കൂടിയാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടായില്ല. ഞങ്ങൾ പറയുന്നത് മാത്രമേ ജനം കേൾക്കൂ, മറ്റതൊരു സിനിമാ നടനല്ലേ, ആ സിനിമാ നടൻ പറയുന്നത് ആര് കേൾക്കും എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ്. ഇതേ സംഗതിയല്ലേ തൃശ്ശൂരിൽ സംഭവിച്ചത്? സുരേഷ് ഗോപിയുടെ സ്റ്റാർഡം അവിടെ നിൽക്കുന്നു. ആ സ്റ്റാർഡം ഉപയോഗിച്ചിട്ട് അദ്ദേഹം പറയാനുള്ളതും അദ്ദേഹം ചെയ്യാനുള്ളതും ആ ഒരു തോൽവിക്ക് ശേഷം ചെയ്തു. 5 വർഷം ആ സ്റ്റാർഡം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാനും പറയാനുള്ളതൊക്കെ പറയാനുമുള്ള ഒരു അവസരമാക്കി സുരേഷ് ഗോപി മാറ്റിയതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ പണ്ടത്തെ പോലെ ഒരു സിനിമാ നടനോടുള്ള ആരാധന മാത്രമാണ് അത് എന്ന് കരുതാവുന്ന സാഹചര്യമല്ല. അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ റിസൾട്ട് അല്ല, അങ്ങനത്തെ ഒരു റിസൾട്ട് അല്ല അത്. ഇതൊരു പൊളിറ്റിക്കൽ റിസൾട്ട് തന്നെയാണ്. കാരണം വിജയ് മുന്നോട്ട് വെച്ച ആശയങ്ങളോടുള്ള ഒരു അക്സെപ്റ്റൻസ് ഉണ്ട് അതിനകത്ത് എന്നുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ തലയടിച്ചു വീണിരിക്കുന്നത് സ്റ്റാലിൻ, കൊളത്തൂർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥിരം മണ്ഡലം. അദ്ദേഹം അങ്ങോട്ട് പോകേണ്ട കാര്യം തന്നെ ഇല്ല, അവിടുത്തെ പേര് കൊടുത്താൽ മതി, ജയിച്ചു പോകും. അവിടെ ഇപ്പോൾ VS ബാബു എന്ന് പറയുന്ന അദ്ദേഹം, VS ബാബു വേഴ്സസ് സ്റ്റാലിനായിരുന്നു മത്സരം. 9122 വോട്ടിനാണ് തീരെ അറിയപ്പെടാത്ത ഈ പറയുന്ന പോലെ സ്റ്റാർഡമോ ഒന്നുമില്ലാത്ത ഒരാളിൻ്റെ കൈകളാൽ അദ്ദേഹം പരാജയപ്പെട്ടത്. അപ്പോൾ തമിഴ് മക്കൾക്ക് അദ്ദേഹത്തിനോടുള്ള ഒരു വിദ്വേഷം, എതിർപ്പ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള ഒരു വിമർശനം, അതിൻ്റെ ഒരു ആഴം എത്രമാത്രമാണെന്ന് ദ്യോതിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിന് ഈ ധർമ്മടം പോലെ അല്ലല്ല. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ സ്റ്റാലിൻ്റെ കാലം കഴിയുന്നു, അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിലുള്ള മികവ് അവസാനിച്ചിരിക്കുന്നു
എന്ന് തിരിച്ചറിയാനുള്ള ബോധ്യമൊക്കെ തമിഴ്നാട്ടുകാർക്കുണ്ട്. അവരത് തിരിച്ചറിയുന്നുണ്ട്. അവരത് മനസ്സിലാക്കുന്നത് ഉദയനിധി സ്റ്റാലിന് വേണ്ടിയിട്ടാണ് സ്റ്റാലിൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പോലും എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് എവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഉദയനിധി സ്റ്റാലിനും കഷ്ടപ്പെട്ടാണ് ജയിച്ചത് കേട്ടോ. വെള്ളം കുടിച്ചാണ് ജയിച്ചത്. അപ്പോ ഈ പറഞ്ഞതുപോലെ വലിയ ഭൂരിപക്ഷത്തിൽ 40,000-50,000 വോട്ടിന് ജയിക്കുന്നിടത്ത് അങ്ങനെയാണ്. അപ്പോൾ ആളുകൾ അത് ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ മുന്നിൽ മറ്റിടത്ത് ഒരു രാഷ്ട്രീയ അസ്ഥിരതയുണ്ട്. ഏത് AIADMK-യിൽ. അത് ജയലളിതയ്ക്ക് ശേഷം എന്താണ് എങ്ങനെയാണ് എന്നുള്ള ഒരു വലിയ ആശയക്കുഴപ്പം അല്ല. അവരുടെ ഒരു അസ്ഥിരത ഉള്ളത് കൊണ്ട് അത് ആ സിസ്റ്റത്തിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല എന്ന് തമിഴ്നാടുകാർ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയാണ് പ്രശ്നം. അപ്പൊ പിന്നെ അവരുടെ മുന്നിലുള്ള ചോയ്സ് ഇത് തന്നെയാണ്. ഇപ്പൊ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ വിജയ് വരികയാണെങ്കിൽ ഭൂരിപക്ഷത്തിന് കുറച്ച് കുറവുണ്ട്. എവിടെ നിന്ന് അദ്ദേഹം ബാക്കി പത്തെണ്ണത്തിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. 109 ഇപ്പോഴുണ്ട്. അല്ല, 2 കൂട്ടരുണ്ട് ഇപ്പൊ സ്വീകരിക്കാൻ പറ്റിയത്. കോൺഗ്രസിന് 5 സീറ്റുണ്ട്, VCK ഉണ്ട്, MDMK ഉണ്ട്. അവരെല്ലാവരും കൂടി വിചാരിച്ച പിന്നെ ലീഗ് ഉണ്ട്. ലീഗിന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന പോലെ DMK-യുമായി ദീർഘകാലമായി നിൽക്കുന്ന ഒരു ബന്ധം വിച്ഛേദിക്കപ്പെടുമെന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വിഷയം. കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞു വിജയുമായിട്ട് അടുക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊള്ളൂ എന്ന്. അല്ല, ആ ഒരു ചർച്ച ഇടക്കാലത്ത് നടന്നതാണല്ലോ. നമ്മുടെ KC വേണുഗോപാലിനെതിരെ ഇവിടെ ഈ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് ആക്ഷേപം ഇടക്കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നുണ്ടായിരുന്നല്ലോ. ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആര് മുഖ്യമന്ത്രി 3 ഫാൻസും RC ഫാനും KC ഫാനും VD ഫാനും അങ്ങോട്ടും ഇങ്ങോട്ടും തെളിവാരി എറിയുന്ന ഒരു ഘട്ടത്തിൽ അവരുന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. DMK-യെ വഞ്ചിച്ച് വിജയിന്റെ കൂടെ പാർട്ടിയെ കൊണ്ട് കെട്ടാൻ ശ്രമിച്ച ചതിയനാണ് എന്നൊക്കെ പറഞ്ഞു. മിക്കവാറും സംഭവിച്ചു. കോൺഗ്രസിന്റെ പിന്തുണ, മുസ്ലിം ലീഗിന്റെ പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ ജയിക്കും. അല്ലാതെ ഇപ്പൊ AIADMK-യുമായിട്ടോ BJP-യുമായിട്ടോ ഒരു സഖ്യം ഉണ്ടാക്കും. അല്ല, അത് ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം വിജയിന് അവിടെ ഒരു ഇൻഡിപെൻഡന്റ് ഐഡന്റിറ്റി തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടതും അതാണ്. കാരണം ഞാനൊരു ദ്രവീഡിയൻ കൾച്ചറിൽ നിന്ന് മാറി ഒരു നാഷണൽ പെർസ്പെക്റ്റീവോടുകൂടി കാര്യങ്ങൾ കാണും എന്ന മെസ്സേജാണ് വിജയ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ വിജയിനെ സംബന്ധിച്ചിടത്തോളം BJP-യോട് അത്ര സുഖകരമായൊരു ബന്ധമല്ല നേരത്തെ ഉള്ളത് എന്നുള്ള ഒരു കാര്യവും കൂടി കൊണ്ട് തൽക്കാലം അദ്ദേഹത്തിന് ആ ചോയ്സ് സ്വീകരിക്കൽ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായി കോൺഗ്രസ്, ലീഗ്, ഈ പറയുന്ന VCK തുടങ്ങിയവർ, അതായത് DMK-യുടെ ഘടകകക്ഷികളായിരുന്ന ആളുകളെ, അതിലിപ്പോൾ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്, ലീഗ് തമിഴ്നാട്ടിൽ മാത്രമുള്ളവരല്ല, ദേശീയ തലത്തിൽ തന്നെ ഉള്ളവരാണ്. BCK പോലെ കുറച്ചും കൂടി പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ഒരു പാർട്ടി വേണമെങ്കിൽ CPM-ഉം CPI-യും ഉണ്ട്. അവർക്ക് വേണമെങ്കിലും വിജയോടൊപ്പം നിൽക്കാം. 4 സീറ്റുണ്ട് അവർക്കും, 2-2 വെച്ച്. അപ്പോ വിജയ് അവിടെ സേഫ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു തരത്തിൽ ഇപ്പൊ കോൺഗ്രസും അങ്ങനെ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അല്ലെങ്കിൽ സംഭവിക്കേണ്ട കാര്യം എന്താണ്, ഇവർ രണ്ടുപേരും കൂടി ഒന്നിക്കണം. ഈ നമ്മുടെ ദ്രാവിഡ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ജോസഫ് വിജയിനെതിരെ നമുക്ക് ഒന്നിക്കണം എന്ന് പറയുന്ന ഒരു പുതിയ സമവാക്യം കൊണ്ടുവരേണ്ടത് അതെന്തായാലും നടക്കുന്ന കാര്യം. അപ്പൊ പിന്നെ ഇനി ഇൻ കേസ് ഈ ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് പറയുന്ന ഘട്ടത്തിൽ പോലും ഈ പറയുന്ന ഏതെങ്കിലും ഒരു വിഭാഗം ഒരുമിച്ച് എതിർത്ത് വോട്ട് ചെയ്ത് തോപ്പിക്കാതിരുന്നാൽ മതിയല്ലോ. നിശബ്ദത പാലിച്ചാൽ മതി, വിട്ടു നിന്നാൽ മതി. അപ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് സാധനം ഉണ്ടാവും വിജയിനെ സംബന്ധിച്ച്. നമ്മുടെ ഈ ന്യൂസിലെ 5 Ws കൂടാതെ ഒരു 6 W കൂടെ ഉണ്ടല്ലോ. വാട്ട് നെക്സ്റ്റ് എന്തായിരിക്കും? ഇപ്പൊ അദ്ദേഹം കൊടുത്ത ഈ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ അദ്ദേഹത്തിന് കഴിയും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ? അല്ല, ഇപ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത് അത് സാധിക്കും. സാധിക്കാതിരിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം നരേന്ദ്രമോദി നമ്മൾ ഈ പറയുന്നതിനേക്കാൾ ബുദ്ധിമാനാണ്. ഇപ്പൊ വിജയിന് പിന്തുണയൊന്നും കൊടുത്ത് ഭരണം ഉറപ്പിച്ചില്ലെങ്കിൽ പോലും വിജയിനെ കൂടെ നിർത്താനുള്ള വഴികൾ അദ്ദേഹം ആലോചിക്കും. എങ്ങനെ തമിഴ്നാട്ടിന് ഇതുവരെ കിട്ടാതിരുന്ന, ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന പല സാധനങ്ങളും കിട്ടാൻ തുടങ്ങും. ഉറപ്പായും കിട്ടും. അത് ഈ പറയുന്നത് പോലെ വിജയിനെ ഈ മാനസികമായി തന്നിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാക്കി മാറ്റി. MK സ്റ്റാലിനും ഇക്കാര്യത്തിൽ തമിഴ്നാടിനും പണം കിട്ടുന്ന കാര്യത്തിൽ നിർലോഭമായിട്ട് കേന്ദ്രം സഹായിച്ചിരുന്നു. അല്ല, എന്നിട്ടും സഹായിക്കുമ്പോൾ പോലും ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഒക്കെ പ്രശ്നങ്ങൾ, പിന്നെ വേറെ പല കാര്യങ്ങളിലും തടസ്സങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത്തരം തടസ്സങ്ങളൊന്നും പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു തടസ്സങ്ങളും ഉണ്ടാവില്ല എന്നുള്ളതാണ് തമിഴ്നാടിന് ഇനി ഉണ്ടാവാൻ പോകുന്ന ഒരു ഗുണം ഈ വിജയിന്റെ നേതൃത്വത്തിൽ. അത് വിജയിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് സംഗതിയാകും എന്നുള്ളതാണ്. അപ്പോഴും നമ്മുടെ മുന്നിലുള്ള ഒരു സംശയം എന്ന് പറയുന്നത് എത്രമാത്രം ആ ഒരു ഭരണ നിർവഹണം മുന്നിലേക്ക് കൊണ്ടുപോകാനാകും. കാരണം ഈ വിജയിന്റെ പാർട്ടിയുടെ
ബാക്കിയുള്ള അതിന്റെ കേഡർ സെറ്റപ്പ് പരിശോധിച്ചാലും അത്തരത്തിൽ ഭരണപരിചയമുള്ള ആളുകളുടെ എണ്ണം കുറവാണ്. അത്തരത്തിലുള്ള പ്രശ്നമാണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് നല്ല ഉപദേശകരെയൊക്കെ വെച്ച് അത്തരം സിനിമയല്ലല്ലോ, അതുകൊണ്ട് ലീഡർഷിപ്പ് ക്വാളിറ്റിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായ തിരുച്ചിറപ്പള്ളി അല്ലേ, തിരുച്ചിറപ്പള്ളിയിൽ ഉണ്ടായിട്ടുള്ള അപകടം 22 പേര് ആൾക്കൂട്ടം തൻ്റെ തിരക്കും കാരണം മരിച്ചു. അപ്പോൾ അദ്ദേഹം അവിടെ ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിച്ചില്ലെന്നുള്ള ഒരു സത്യം. അത് സത്യമാണ്. അപ്പോൾ അതൊരു സെലിബ്രിറ്റി തന്നെയായി, അതൊരു സെലിബ്രിറ്റി തന്നെയായി. കാരണം സെലിബ്രിറ്റികൾ സാധാരണ ചെയ്യുന്ന അങ്ങനെയാണല്ലോ, സേഫായിട്ട് പോവുക. അവിടെ നിന്ന് ലീഡർഷിപ്പ് അവിടെ അത് പക്ഷേ അതിനകത്ത് 2 പ്രശ്നങ്ങളുണ്ട് കേട്ടോ. വിജയ് ഇപ്പൊ അവിടെ നിന്ന് ഈ സാധനം ഉണ്ടായാൽ മാസിന്റെ പ്രതികരണം എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ആശങ്ക ഉണ്ടായിക്കാണ്. കാരണം അല്ല, ലീഡർക്ക് ഒരു ലീഡർ ഇൻ മേക്കിംഗ് ആണ് യഥാർത്ഥത്തിൽ വിജയ്. അങ്ങനെ ആയിരുന്നു, ആ ഒരു ഘട്ടമാണ്. ആ ലീഡർ ആയിട്ടില്ല, ഒരു പൊളിറ്റീഷ്യനിലേക്ക് ഇങ്ങനെ മാറി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ മറുവശത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആന്ധ്രാപ്രദേശിലൊക്കെ അന്ന് YSARP ഉണ്ടാക്കുന്ന സമയത്ത് അവർ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്. അവർക്ക് അതിനുള്ള അല്ലെങ്കിൽ TDP ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ BRS ഉണ്ടാകുന്ന സമയത്ത് അവരെല്ലാം ലീഡേഴ്സ് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. വലിയ വിമർശനങ്ങളുണ്ട്. TDP ഉണ്ടാക്കിയ ശേഷമാണ് അദ്ദേഹം വലിയ വിമർശനങ്ങൾ. അവരൊക്കെ അദ്ദേഹം പറഞ്ഞ മുദ്രാവാക്യം ആത്മഗൗരവം, ആത്മഗൗരവം, തെലുങ്കുകാരുടെ അഭിമാനം. പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല. ഇദ്ദേഹം മറ്റേ ഒരു ലീഡർ, ഈ സെറ്റപ്പിൽ കൂടി ലീഡർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ആ സെലിബ്രിറ്റിയുടെയും ലീഡറിന്റെയും ഇടയിലുള്ള ഒരു ഘട്ടത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, വലിഞ്ഞു. അല്ല, അത് ശരിയാണ്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ഫെയിലിയർ ആണ് അവിടെ കാണിച്ചത്. പക്ഷെ അവിടെ നിന്ന് ഏറ്റവും അവസാനം വിജയ് നടത്തിയ പ്രസംഗം, ഏറ്റവും തെരഞ്ഞെടുപ്പ് സമാപന സമയത്ത് ഏറ്റവും അവസാനം നടത്തിയ റാലിയിൽ, പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ നടത്തിയ റാലിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവിടെ ഒരു ലീഡറായി. കാരണം അവിടെ വിജയ് പറയുന്നത് സ്റ്റാലിൻ എന്നെ കുറിച്ച് പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഓർത്തും തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിയുമ്പോൾ പശ്ചാത്തപിക്കേണ്ടി വരും. അയ്യോ, ഞാൻ വിജയ് അങ്ങനെ പറഞ്ഞല്ലോ, അയ്യോ ഞാൻ വിജയ് ഇങ്ങനെ പറഞ്ഞല്ലോ. അത് ശരിയല്ലേ? ഇപ്പോ ആ പശ്ചാത്തലത്തിന്റെ ഞാൻ പറഞ്ഞത് അവിടെയാണ് ആ ഷിഫ്റ്റ് ഉണ്ടായത്. ആ വെറുതെ സിനിമയിലെ പോലെ ഡയലോഗ് അടിച്ച് ആവേശം കാണിക്കുന്നതിൽ നിന്ന് മാറി മെല്ലെ മെല്ലെ ഒരു ലീഡറിന്റെ സ്റ്റാറ്റസിലേക്ക് വിജയ് എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. അവിടെയാണ് ഈ വാട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത്. അതെ, ലീഡർ ഇൻ ദ മേക്കിംഗ്. അവിടെ ഒരു നല്ല ടീമിന്റെ പിൻബലം, ഈ ഭരണപരിചയമുള്ള ഒരു ടീമിന്റെ പിൻബലം ഉണ്ടാവണം. സ്വാഭാവികമായും BJPയുടെ മോദിയുടെ വലിയ സപ്പോർട്ട് വിജയനുണ്ടാവും. അതിന് പിന്നിൽ മോദിക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ഇനി അടുത്ത ടാർഗറ്റ്, ഇപ്പോൾ ബംഗാൾ എന്ന് പറയുന്ന ഒരു തലവേദനയും കഴിഞ്ഞു, അടുത്ത ടാർഗറ്റ് തമിഴ്നാടും കേരളവും ആയിരിക്കും.